ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ് ജപ്പാൻ. UK-യുമായും ഇറ്റലിയുമായും സഹകരിച്ച് നടപ്പിലാക്കുന്ന നെക്സ്റ്റ് ജനറേഷൻ ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാമിൽ ചേരാനാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. 2035 ആകുമ്പോഴേക്കും $40 ബില്യൺ കവിയുമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ പദ്ധതിയുടെ വമ്പിച്ച സാമ്പത്തിക ഭാരം പങ്കിടാനും ഇന്തോ പസഫിക് മേഖലയിലെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏഷ്യയിലെ ഒരു പ്രധാന പങ്കാളിയായ ഇന്ത്യയുമായുള്ള സുരക്ഷാ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ ജപ്പാൻ ശ്രമിക്കുന്നതിൻ്റെയും ഭാഗമാണ് ഈ പദ്ധതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾക്ക് മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിനും ഗുണം ചെയ്യുന്ന വിധത്തിൽ ചെലവുകൾ പങ്കിടാനും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും ഈ പദ്ധതിയെ കൊണ്ട് സാധിച്ചേക്കും. ക്രോഡോ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരിയിൽ ജപ്പാനീസ് ഉദ്യോഗസ്ഥർ ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു. എന്നിരുന്നാലും ഇരുപക്ഷവും ഇതുവരെ ഈ നിർദ്ദേശം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ജപ്പാൻ, UK, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ യോഗം ചേർന്ന് കൂടുതൽ രാജ്യങ്ങളെ ഈ സംരംഭത്തിൽ ഉൾപ്പെടുത്തി ഗ്ലോബൽ കോമ്പാക്ട് എയർ പ്രോഗ്രാം വികസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 ഈ പദ്ധതി ആരംഭിച്ചത്.